ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തരിപ്പോള. പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള മുട്ട പൊട്ടിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരിക്കലും കൂടി പോകണ്ട. കൂടി തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും മിക്സാക്കി എടുക്കാം. ഇതുപോലെ മിക്സായി വന്നാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഉള്ളത്. ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാര മുട്ടയൊക്കെ നല്ല പോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വിസ്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് മൊത്തത്തിൽ ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ മുട്ടൻ്റെ അളവിനനുസരിച്ച് വേണം ഈ ഒരു റവ ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. റവ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ഞാനിതിലേക്ക് ബാലൻസ് വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ ഈ ഒരു ബാറ്ററി. റവ പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്തിട്ട് എടുക്കും. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് റവ മൊത്തത്തിൽ ചേർത്തിട്ടില്ല. ഇത്രയും ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടക്കനുസരിച്ച് റവൻ്റെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒത്തിരി അങ്ങ് തിക്കായിട്ട് പോകരുത്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഒന്നും കൂടെ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇത് കിട്ടാനായിട്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം. ഇതിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ബാറ്ററി കിട്ടാനായിട്ട്. ഇതിനേക്കാളും ടൈറ്റായിട്ട് കിട്ടരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ ഇതുപോലത്തെ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ മാത്രം ചേർത്താൽ മതിയാകും. നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അങ്ങ് മാവ് കോരി ഒഴിക്കാം. പിന്നെ നിറച്ചിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇതൊന്നും കൂടെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു അര ഭാഗം മാത്രമേ മാവ് നിറച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ നിറച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തീ ഒരിക്കലും കൂടിയിട്ട് പോകരുത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് ആയിട്ട് കിട്ടും. അങ്ങനെ അധികം സമയം എടുക്കൊന്നുമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളൊന്ന് കുക്കായിട്ട് വരണം, അത്രേ സമയം വേണ്ടുള്ളൂ. പിന്നെ ഇതിന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണില്ല. പിന്നെ ഇത് വെന്തോ അറിയാൻ വേണ്ടി ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്ത് നോക്കുകയും ചെയ്യുക. ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നാൽ നമുക്കത് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് നല്ല പോലെ ബ്രൗൺ കളറിൽ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡ് തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുത്താലും മതിയാകും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു 3 ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും.
നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തരിപ്പോള എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇത് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ള ഒരു സ്നാക്സ് കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് വലിയൊരു ടേസ്റ്റ് ആയിട്ടൊന്നും പറയാനില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതിയിലുള്ളൊരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്